വളരെ നല്ലതായിരുന്നു. ഡിഫറെന്റ് എക്സ്പീരിയൻസ്, ദാറ്റ്സ് ഓൾ. വരുന്ന സിനിമകളിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു അറ്റംപ്റ്റ്, അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. ഇതൊരു വേറെ ഡിഫറെൻറ്റ് ജോണറിലുള്ള ഒരു മൂവിയാണ്. ഒരു സാധാരണ മലയാളം മൂവി പോലെ ഒരു മൂവിയല്ല. ഒരു ഹോളിവുഡ് മൂവി കണ്ടിരിക്കുന്ന ഒരു ഫീലാണ്. ഒരു എന്താ പറയുക, മലയാളത്തിലുള്ള ടൈപ്പ് ഓഫ് മൂവിയല്ല. എൻ്റെ എന്താ പറയുക, എല്ലാം ഡയറക്ഷൻ എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ്. എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇറ്റ്സ് നോട്ട് എവരിബഡീസ് കപ്പ് ഓഫ് ടീ. അനുപാലനം കുഴപ്പമില്ല. നായികമാരൊക്കെ പുതിയ പുതുമകളാണെന്ന് തോന്നുന്നു. അതവിടെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ മലയാളികളുടെ ഒരു കോൺസെപ്റ്റുള്ള മൂവിയല്ല. പക്ഷേ മേ ബി യങ്സ്റ്റേഴ്സ് മേ ലൈക്ക് ദിസ്. ഈ ഹോളിവുഡ് മൂവീസൊക്കെ കണ്ടിരിക്കുന്നവർക്ക് ത്രില്ലിങ്ങും അങ്ങനെ അത്ര ത്രില്ലിങ്ങും പിടിച്ചിരുന്നൊന്നുമില്ല. ബട്ട് ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്, ദാറ്റ്സ് ഓൾ. കുറേ പറയാനുള്ളത്. താങ്ക് യു. ചെക്ക്മേറ്റ് വളരെ വളരെ നല്ലതായിരുന്നു. ഒരു ഡൾ മൊമെൻ്റ് ഇല്ല, അത്ര ഫാസ്റ്റായിട്ട്. ആൻഡ് ദെൻ അനൂപ് മേനൻ്റെ അല്ലേ, ഓഫ് കോഴ്സ് ഒരു നെഗറ്റീവ് റോൾ, പക്ഷേ വെരി പവർഫുൾ ഡയലോഗ്സ്. നല്ലതായിരുന്നു, റിയലി വളരെ നല്ലതായിരുന്നു. എന്താണ് നമ്മൾ ഈ പൊതുവെ കണ്ടുവരുന്ന സിനിമകളിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു അറ്റംപ്റ്റ്, അതായത് എങ്ങനെയാണ് എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു നെഗറ്റീവ് ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചുരുക്കം ചില സിനിമകളെ മലയാളത്തിൽ വന്നിട്ടുള്ളത്. അതായത് എന്താ, നായകനും വില്ലനും എല്ലാവർക്കും ഒരു നെഗറ്റീവ് ടച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് എടുത്തു പറയേണ്ട ഒരു സാധനം. പിന്നെ ഫുൾ ഷൂട്ട് ചെയ്യുന്നത് അമേരിക്കയിലാണ്, എക്സ്പെൻസ് മുടക്കി ചെയ്തേക്കുന്ന ഒരു പടമാണ്. അതായത് നമ്മുടെ ഈ മെഡിസിൻ ഫീൽഡിൽ എന്താ പറയുക, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. എന്നാൽ ചില ആൾക്കാർ ഈ മെഡിസിൻ ഫീൽഡ് എങ്ങനെയാണ് ഈ ദുരുപയോഗം ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ആവറേജ് ഫിലിമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം, കുഴപ്പമില്ല. കൊള്ളാം, പുള്ളി കുഴപ്പമില്ല. ഇത് ആക്ച്വലി ഇതിൽ ഏറ്റവും നന്നായിരിക്കുന്ന ഒരു പുതുമ ഒരു പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയുടെ പേരെനിക്ക് അറിയത്തില്ല. പുള്ളി ക്ലൈമാക്സിലൊരു എന്താ പറയുക, ഒരു ഗംഭീര ഒരു സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്. പുള്ളിയുടെ പുതുമുഖങ്ങളൊക്കെ ഉണ്ട്. നായികമേർ രണ്ടും പുതുതാന്ന് തോന്നുന്നുണ്ട്, കാരണം വേറെ പടത്തിൽ കണ്ടിട്ടില്ല അവർ. പെർഫോമൻസ് ഒക്കെ എല്ലാവരും കൊള്ളാം. ഇതിന്റെ മെയിൻ സംഭവം ഇതാണ്, അതായത് ഈ മെഡിസിൻ ഫീൽഡിൽ നടക്കുന്ന എന്താ പറയുക, അതിൻ്റെ ഒരു ഡീമെറിറ്റും കാര്യങ്ങളൊക്കെയാണ്. അത് നല്ല രീതിയിൽ മെഡിസിൻ ഫീൽഡ് ഉപയോഗിക്കണം എന്നുള്ള മെസ്സേജ് ഉള്ളതാണ്. ഓവറോൾ നമുക്ക് കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഞാൻ റെക്കമെൻഡ് ചെയ്യൂല, കാരണം എനിക്ക് അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല. പിന്നെ ഒരു ജസ്റ്റ് ഒരു ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട് മാത്രം, അത് ആ പുള്ളിക്കാരി പാടിയതുകൊണ്ട് നമുക്ക് ആ ഒരു ഇമോഷൻ കൺവേ ചെയ്യുന്നുണ്ട്. ചെസ്സിനെ ബേസ് ചെയ്തുള്ള കോൺസെപ്റ്റിൽ എക്സിക്യൂട്ട് ഉദ്ദേശിച്ച ഫിലിമാണ്. വേറെ ഉദ്ദേശിച്ച കണ്ടന്റ് കൊള്ളാൻ പറഞ്ഞു, പക്ഷേ ഒരു എക്സിക്യൂഷൻ വന്നപ്പോൾ അത് അത്ര കണ്ട് എഫക്റ്റീവ് ആയില്ല. അപ്പം അത്ര ഒരു വലിയ റെക്കമെൻഡഡ് എന്ന് പറയുക, നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം, ഓപ്ഷണലാണ്. മസ്റ്റ് വാച്ച് എന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ട്.